മുന്നിൽ മോരിക്കണ്ടല്ലോ. ആ ഉപ്പ അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. മോന് സുഖം തന്നെയല്ലേ? ആ ഉപ്പ സുഖാണ്. എന്തും ഉമ്മർത്തിരിക്കുന്നത്? ഭക്ഷണം വല്ലതും കഴിച്ചാ? ഒന്നുമില്ലപ്പാ, ഞാൻ പിന്നെ വെറുതെ ഇരുന്നാണ്. ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലപ്പാ. എന്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാ? സമയം എത്ര നോക്ക്? 2 മണിയായി ഇപ്പൊ സമയം. ഉപ്പ ഉച്ചയത്തല്ലപ്പാ, കാലത്ത് ഭക്ഷണം പോലും ഞാൻ കഴിച്ചിട്ടില്ല. എന്ത് നീ പറഞ്ഞ? രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉച്ചത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാ? അപ്പൊ നീ എന്ത് ചെയ്യായിരുന്നു? എന്താലോചിച്ചിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കണ നീ? ആ ഉപ്പാ, ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാ. അപ്പൊ ഉമ്മ പറഞ്ഞു കാലത്ത് ഭക്ഷണം എല്ലാം കഴിഞ്ഞു, ഇനി ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഉണ്ടാവും പറഞ്ഞു. ഇതുവരെ ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പോലും ഇല്ല എന്നെ. ആഹാ, നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ ഇതൊക്കെ തുടങ്ങിയില്ലേ? എന്തൊരു ചെയ്യാ. അവള് നമ്മളിപ്പോ മാറ്റിക്കാണാൻ തുടങ്ങിയില്ല നിന്നെ. അതൊന്നും സാരല്ലപ്പാ, ഇനി ഉപ്പയൊന്ന് പോയി ചോദിക്കാൻ നിൽക്കണ്ട ഉമ്മ അടുത്ത്. എൻ്റെ വിഷമം എന്നോട് അവർ തീർന്നായിട്ട് പൊക്കോട്ടെ. അതെ, അങ്ങനെ വിട്ടാ ശരിയാവില്ല. നീ അവന്റെ മോൻ തന്നെയല്ലേ? ഇതാ ചോദിച്ചിട്ട് തന്നെ ബാക്കിയുള്ള കാര്യമുള്ളൂ. എവിടെ കാണാനില്ലല്ലോ. എവിടെ നീയേ? നിന്റെ മനസ്സിലെന്താ വിചാരം? ആ നിങ്ങളപ്പോ വന്ന് പറയാൻ വരുന്ന വിവരമൊന്നും പറഞ്ഞില്ലല്ലോ, പെട്ടെന്ന് വന്നിക്കണേ. നീ ഇങ്ങോട്ട് വന്നേ. അപ്പുറത്തുള്ള ഇപ്പുറത്തൊന്നും കേക്കണ്ട, നാണക്കണം. ആ മോന് കാലത്തൊന്നും ഭക്ഷണം കൊടുത്തില്ല, ഒന്നും കഴിക്കണ്ട. അവിടെ കാലത്തോട്ട് അവിടെ ഇരിക്കായിരുന്നല്ലോ. നീ എന്ത് ചെയ്യുന്നു ഇങ്ങനെ? ആർക്ക് ഭക്ഷണം കൊടുത്തില്ല എന്നാ പറയണേ? ഷമീറിനെ ഞാൻ ഭക്ഷണം കൊടുത്തില്ല എന്നാ നിങ്ങൾ എന്താ പറയണേ? ഞാനെന്താ പറയണെന്നാ? പിന്നെ അവൻ നുണ പറയോ? ഞാൻ വരുമ്പോ എന്താ പറഞ്ഞത്? ഭക്ഷണം കഴിച്ചാൽ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു കാലത്തെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഇപ്പൊ അത് കേൾക്കുമ്പോ എനിക്ക് സങ്കടമായിരുന്നു. ഞാൻ നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതേ അവനെയും കൂടെ നോക്കാൻ വേണ്ടിട്ടാ. നീ ഇങ്ങനെ കല്ല് മനസ്സായി പോയല്ലോ. നിന്റെ മനസ്സെന്ത് ഇങ്ങനെ? ഇനി നീ മാറില്ലേ? ഇത് എന്ന് മാറാൻ ഇതൊക്കെ? അല്ലെങ്കിൽ രണ്ടാനുമ്മയല്ലേ, നമ്മളെങ്ങനെ നോക്കിയാലും പ്രധാനം ഒരു വളർത്തുമ്മയായിട്ട് തന്നെ അവർ കാണുള്ളൂ. ഇപ്പൊ നിങ്ങളും കൂടി നിങ്ങളുടെ തൊള്ളയിലുള്ളതും കൂടി വന്നില്ലേ ഇപ്പൊ? നീ ഇത്ര ക്രൂരതയുള്ളതാണോ എന്നല്ലേ എന്നെ അങ്ങനെയാ നിങ്ങൾ കണ്ടിക്കണ്? എൻ്റെ മോനെ പോലും ഇല്ലേ ഞാൻ അവനെ സ്നേഹിക്കണേ, എന്നിട്ട് നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ പറയാല്ലേ? എത്ര തന്നെ ആയാലും എങ്ങനെ സ്നേഹിച്ചാലും എനിക്കറിയാം നമ്മള് വന്ന് തന്നെയാ, നമ്മള് രണ്ടാം തരം ഉമ്മ തന്നെയാ. എന്തായാലും അവൻ്റെ ഉമ്മാനെ പോലെ എന്നെ കാണൂല. വന്നെത്തിയത് പറഞ്ഞു തന്നില്ലേ, ഇങ്ങനെ ഊതി തന്നില്ലേ? എൻ്റെ സ്വന്തം മോനാട്ടെ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയോ? അപ്പൊ നിങ്ങൾ എന്താ അത് വിശ്വസിക്കും? മോൻ പറയുമ്പോ അങ്ങനെയും വിശ്വസിച്ച് ഇപ്പൊ എന്തൊക്കെയാ എന്നെ വന്ന് പറഞ്ഞ നിങ്ങള്? ശരി പോട്ടെ, ഇനി അതിന് വേണ്ടി കരയാൻ നിൽക്കണ്ട. ഞാനേ കരയാൻ വേണ്ടി പറഞ്ഞല്ല. അപ്പൊ അവന്റെ സങ്കടം, ഭക്ഷണം കഴിക്കാൻ സങ്കടം പറഞ്ഞില്ല, അത് എനിക്ക് മനസ്സിൽ കേൾക്കില്ല. എനിക്ക് അത്ര സ്നേഹം അവനോട്. അത് കേട്ടപ്പോഴേക്ക് ഭയങ്കര ദേഷ്യം വന്നത്. നീ അത് വിഷമിക്കൊന്നും വേണ്ട. ഇനി ഇപ്പൊ കരഞ്ഞു വിളിച്ചിട്ടൊന്നും എന്താണ്ട്. ഇനി അവൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കണ്ട കേട്ടാ. അവൻ കണ്ടില്ല എങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നു. പക്ഷെ എൻ്റെ മോനെയും വെച്ച് മേലിക്കാണ് ഞാൻ അവനെ അത്രയ്ക്ക് സ്നേഹിച്ച് നോക്കണം. പക്ഷെ അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോ എനിക്ക് അത്ര വിഷമമുണ്ടെന്നറിയോ? ശരി പോട്ടെ, കരയാതെ. നീ നല്ല സ്നേഹത്തോടെ നോക്കിക്കഴിഞ്ഞല്ലേ ഈ കുടുംബത്തിൽ നല്ല അവന് വേണ്ടിയും കൂടെ ഞാൻ കഷ്ടപ്പെടുന്നു. പിന്നെ രണ്ടാനമ്മ എന്നുള്ളൊരു പേര് നീ ആരെങ്കിലും പറഞ്ഞു കേട്ടോ? അവർക്ക് കേൾക്കണ്ട. അത് സ്വന്തം ഉമ്മാനെ പോലെ അവൻ വിചാരിച്ചിരുന്നു. നീ സ്വന്തം മകനെ പോലെ കരുതുക. ഒക്കെ വിട്, ഇനി മേലാക്ക ചെയ്യരുത്. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാവും. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ചായ എടുത്തേ കുടിക്കുക. അനാഥ ചക്കനിക്ക് വെച്ചിട്ടുണ്ട് പണി. വന്ന് എത്തിയത് അങ്ങോട്ട് ഓതി കൊടുത്തു. ഇനി എന്ത് പറഞ്ഞാലും ആള് വിശ്വസിക്കും. അവനിക്കുള്ള പണി ഞാൻ കൊടുക്കാം. ആ പാൻറ്റുകളൊന്നും കാണുന്നില്ലല്ലോ. ഇതെന്തായിരുന്നു? ഞാൻ വാഷിംഗ് മെഷീനിലൂടെ കൊണ്ടുവച്ചാണല്ലോ. ഉമ്മ അലക്കിയില്ലേ? ഒന്ന് ഉപ്പ് വന്ന് എത്തമേക്ക് നിന്നിപ്പോൾ അര വെച്ച് കൊടുപ്പില്ലേ? നല്ല ഞാൻ ശരിയാക്കി തരടാം. ഇനി ഒരു കാര്യം ഇതേ ഫാൻറ്റ് ഒക്കെ കല്ലുമ്പോൾ കൊണ്ടുപോയി തിരുമ്മിക്കും. എല്ലാം കൊണ്ടുപോയിട്ട് ഇതിൽ കുളിച്ച് മാറി ഒന്നും തിരുമ്പണ്ട. എൻ്റെ മാത്രം ഇട്ടാൽ മതി. എന്താ എനിക്കേ ഇത്തിരി ഭാരപ്പിപ്പോൾ കൂടുതലാ. ഇതൊക്കെ കല്ലുമ്പോൾ കൊണ്ട് തിരുമ്പോൾ എന്താ ആവശ്യം എനിക്ക് തിരുമ്പാനുള്ളത്? ആ മനുഷ്യനൊക്കെ അരഞ്ഞ കാരനാണ് ഒന്ന് മനസ്സരിഞ്ഞിട്ട് സമാധാനപ്പെട്ട് പോയത്. അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവും? നിനക്ക് തരടാ നിനക്ക് പണി. ഇതൊക്കെ തിരുമ്മിക്കുക, ഒക്കെ കൊണ്ടിട്ടിക്കുക അതിൽ. നോക്കിയേ ഫാൻറ്റുകൾ ആരാ? അതിൻ്റെ ഉമ്മ വന്ന് തിരുമ്പോ ഇവിടെ വേണമെങ്കിലേ
സോപ്പ് വാങ്ങിച്ചിട്ടേ കല്ലുമ്മ പോയി തിരുമ്പട്ടെ. ഇതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോ ഉമ്മ. എനിക്ക് വലിയ അഹങ്കാരം. ആരുടെ നിന്റെ ഉമ്മ? നിന്നോട് ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ ഉമ്മ ഉമ്മ എന്ന് വിളിക്കണ്ടെന്ന്? ആരാ നിന്റെ ഉമ്മ? എൻ്റെ ഉമ്മ മരിച്ചു പോയില്ലേ? ഉമ്മയാത്ര ഉമ്മ. അതൊക്കെ എടുത്തിട്ട് ഒരു കല്ലുമ്മ പോയി തിരുമ്പ് പോ ചെല്ല്. കല്ലുമ്മ പോയിട്ടേ സോപ്പ് വാങ്ങിട്ട് കൊണ്ട് തിരുമ്പിയാൽ മതി. നിനക്ക് അങ്ങനെയൊക്കെ ചെയ്ത് തരുമ്പോഴേ നീ തലേക്ക് അറിയാ തൊണ്ട കഴിഞ്ഞൊക്കെ ഒക്കെ ഓതി കൊടുത്തുക്കാവേ. ഞാൻ പറഞ്ഞു കൊടുത്തൊന്നുമില്ല ഉമ്മ. പെട്ടെന്ന് ഉപ്പന് ചോദിച്ചപ്പോ ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞതാണ്. അല്ലാണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തൊന്നുമില്ല. കാലത്തും കഴിച്ചില്ല, ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല. എപ്പോഴും നല്ല വിശപ്പുണ്ട്. അതെ, നല്ല വിശപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ? വിശപ്പുണ്ടെങ്കിലേ അത്യാവശ്യം നീ അധ്വാനിക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടാ. വല്ല പണിക്ക് പോയിട്ട് വാ. പണിക്ക് പോയിട്ട് വല്ല കാശ് കൊണ്ടുപോവാ. അപ്പൊ നിനക്ക് സമയത്തിന് ഞാൻ വെച്ച് വിളമ്പി തരാം കേട്ടാ. വെറുതെ വീട്ടിലിരുന്നിട്ട് 3 നേരം നെണ്ണി തരാനൊന്നും ഇവിടെ ഇല്ല. ഉണ്ടെങ്കിലും ഞാൻ തരും. ഇല്ലമ്മ, ഞാനേ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പാനും ഷർട്ടും നോക്കിയത് അലമാരില്ലേ, അവിടെ ഒന്നും കാണുന്നില്ല. എന്തമ്മ എൻ്റെ പാനും ഷർട്ടൊന്നും അലക്കാത്തത്? ആകെ ഒരാഴ്ചത്തെ ലീവിനല്ലമ്മ ഞാൻ വന്നത്. ഇപ്പൊ 2 ദിവസം, ഇനി 4 ദിവസമല്ലേ ഉള്ളൂ ആകെ എനിക്ക് എത്തിക്കാനൊക്കെ പോവാന്. എന്തിനാ എന്നെ ഉമ്മ അങ്ങനെയൊക്കെ പറയണത്? ഒരുപാട് സങ്കടം ഉണ്ട് അങ്ങനെ കാട്ടുമ്പോ. അതെ, 4 ദിവസം 2 ദിവസം ആയാലേ ഇങ്ങനെ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ നിന്നാൽ മതി. 4 ദിവസമായാലും ഇല്ല മാസക്കല്ല കൊല്ലക്കണക്കിലും മാസക്കണക്കിലും ഇവിടെ നിൽക്കാനാണോ പ്ലാന്? ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച. നല്ലതാ ഡ്രസ്സില്ല എന്ന് പറഞ്ഞില്ലേ? ഇതേ കിടക്കണ്. സോപ്പുണ്ട്, എടുത്തു കൊണ്ടുപോയി കല്ലുമ്മ കഴുകും. ഇതുമൊന്നും കഴുകില്ല. കഴുകി തന്നൊക്കെ നിനക്ക് മതി. 4 ദിവസമല്ലേ നിൽക്കണ്. 2 ദിവസം കഴിഞ്ഞാൽ പോകല്ലേ? എല്ലാവർക്കും ലീവല്ലേ? ഒരാഴ്ച ലീവല്ലേ? അതിപ്പോ 2 ദിവസമായില്ലേ? ഇനി 4 ദിവസം ലീവ്. അല്ലെ ഗവൺമെന്റ് ജോലിക്കല്ലേ പോയിട്ട് സമ്പാദിച്ചിട്ട് മാസം മാസം നീ പൈസ അയച്ചായിരുന്നു. അത്യാവശ്യം നയിക്കാനൊക്കെ ആയിട്ടുണ്ട്. അല്ലെ പണിക്ക് പോവാൻ നോക്ക്. പിന്നെ ഉമ്മ ഇങ്ങനെയൊക്കെ പറയണം. ഞാൻ പോയിട്ട് വരാട്ടാ. അടുത്ത ആഴ്ച ലീവ് കിട്ടി കഴിഞ്ഞാലേ ഞാൻ വരാം. എവിടെ നീയേ? നിങ്ങൾ ഇറങ്ങാനില്ലേ? ഇനിയിപ്പോ അടുത്ത ആഴ്ച വരുവോ? ലീവ് കിട്ടുമോ അടുത്ത ആഴ്ച? ഈ ആഴ്ച എന്തായാലും 2 ദിവസം കിട്ടിയില്ലേ? ഇനിയിപ്പോൾ അടുത്ത ആഴ്ച കിട്ടിയാ ഭാഗ്യം. അങ്ങനെ 1 ദിവസം കിട്ടിയാ വരുന്നുണ്ട് വേഗം. എന്നാ ശരി, നിങ്ങൾ നോക്കി പോയിട്ട് വായോ. പിന്നെ അതെ, ഷമീറിന് നേരത്തിന് ഭക്ഷണം കൊടുക്കുക. ഇന്നാളത്തെ പോലെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ വന്ന് ചോദിക്കൂട്ടാ. നീ ഒരാഴ്ച ലീവിന് വന്നതാണ്. ഇനിയിപ്പോൾ 4 ദിവസമല്ലേ ഉള്ളൂ ഇനി പോവാൻ. ആ ലീവ് 3 ദിവസം കഴിഞ്ഞു. ഇനിയിപ്പോൾ 4 ദിവസം നല്ല ഇതിൽ നോക്കും. ഉമ്മ ഇല്ലാണ്ട് അത്രയും കഷ്ടപ്പെട്ട് വളർന്നല്ലേ. അങ്ങനെ സ്നേഹത്തോടെ നിൽക്കുക. ഇത് വർത്താനം പറയുക, സ്നേഹത്തോടെ വർത്താനം പറയുക. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിരിക്കും. അവനോട് ജീവനാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇത്രയും പറഞ്ഞു തരുന്നത്. പിന്നെ അന്നത്തെ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഇല്ലാതെ അങ്ങോട്ട് കടന്ന വഴിക്ക് ചോറ് കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല എന്നൊക്കെ പ്രശ്നം ഉണ്ടാക്കണ്ട. പിന്നെ വന്നാൽ പിന്നെ ചോദിക്കും ഞാൻ അവനോട്. ഞാനെന്നാ അങ്ങനെയൊന്നും അവനോട് ഇല്ലാന്ന്. അത് നിങ്ങൾക്ക് തോന്നുകയാണ്. അത് അവൻ തെറ്റിദ്ധരിച്ചത് കൊണ്ട് നിങ്ങളോട് പറഞ്ഞതാ. എൻ്റെ മോനെ പോലെ തന്നെ ഞാൻ അവനെ സ്നേഹിക്കുന്നു. അത് അങ്ങനെ സ്നേഹിക്കണം എന്നാണ് ഞാൻ പറയണത്. നമ്മുടെ മക്കൾ തന്നെയല്ലേ. അതൊന്ന് വേറൊരു കാണിക്കാൻ പാടില്ല. നമ്മളത് കാണിക്കുമ്പോൾ അവർക്ക് വിഷമമില്ലാണ്ടിരിക്കുമോ? ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല. എൻ്റെ മോനെ പോലെ തന്നെ അവനും. ഞാൻ ഉണ്ടാകുമ്പോഴും നല്ല സ്വഭാവം തന്നെ വേണം. ഞാൻ ഇല്ലാണ്ടിരിക്കുമ്പോൾ ആ സ്വഭാവം തന്നെ എടുക്കണം. ഞാൻ പോയ വഴിക്ക് വേറെ സ്വഭാവം എടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് എനിക്ക് ഭയങ്കര വിഷമമാകുക. എങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ മോനാണെങ്കിൽ എങ്ങനെയൊക്കെ നിങ്ങൾ പറയുക? എത്ര തന്നെ ആയാലും 2ാം തരം ഉമ്മാനെ പോലെയല്ല എപ്പോഴും നിങ്ങൾ കുത്തി വർത്താനം പറയുന്നത്. ഞാൻ എൻ്റെ മോനെ പോലെ തന്നെ അവനെ കാണണം. നിങ്ങൾ ഇനിയിപ്പോൾ അവനെ വെച്ചിട്ട് ടെൻഷനൊന്നും അടിക്കണ്ട. അവന് ഞാൻ ഒരു ഇതും ചെയ്യൂല. അവനെയൊക്കെ നല്ലപോലെ ഞാൻ സ്നേഹിച്ചു. ഇനിയിപ്പോൾ 4 ദിവസം തന്നെ ഉള്ളൂ. നല്ലപോലെ ഞാൻ സ്നേഹിക്കാം. അങ്ങനെ തന്നെ ഇപ്പോഴും. അത് നിങ്ങൾക്ക് വെറുതെ തോന്നുകയാണ്. നിങ്ങൾ സമാധാനമായിട്ട് പോയിട്ട് വാ. നോക്കി പോയിട്ട് വരും. ശരിയെന്നാ, ഞാൻ പോയിട്ട് വരാം. അല്ല, ഷമീർ അവിടെ? അവനോട് യാത്ര പറഞ്ഞിട്ട് പോയിരുന്നു. അവൻ കൂട്ടുകാരനെ കാണാൻ പോകണം. മറ്റേ രാവിലെ ചായ കൂടി കഴിഞ്ഞതും പോയതാണ്. അതെ, പിന്നെ വൈകിട്ട് വരുള്ളൂ. വൈകിട്ടേ വരുള്ളൂ. ഞാൻ വന്നപ്പോ അറിയാം. അവന്റെ ഡ്രസ്സൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് കഴുകി ഒക്കെ മടക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവൻ ആ കുട്ടിക്ക് എന്താണ് അവൻ എൻ്റെ അടുത്ത് അങ്ങനെ. ശരി, നിങ്ങൾ പോയിട്ട് വരും. ഇനിയിപ്പോൾ നേരം കളയണ്ട. ശരി എന്നാ. ശരി. ശരിട്ടാ, പോയിട്ട് വരാം. എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ഇന്നലെ വെറുതെ ഒന്ന് കണ്ണീര് വിട്ടപ്പോൾ ആളത് വിശ്വസിച്ച്. ഇതിപ്പം നുണ പറഞ്ഞു കൊടുത്തപ്പോൾ അത് വിശ്വസിച്ചു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ പാടും. പോട്ടെ, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ ഇതുപോലൊരു കണ്ണീര് വിട്ട ആൾക്ക് സമാധാനമാവും. പോട്ടെ. നിനക്കറിയണ എൻ്റെ അവസ്ഥ.
ഉമ്മ പോയതിന് ശേഷം സന്തോഷം എന്താന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ലടാ. എനിക്കൊരു കാര്യം അറിയണ്ടാ. ഇന്ന് രാവിലെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അലമാര തുറന്നപ്പോഴേ ഒരു പാൻറ്റോ ഷർട്ടോ ഒന്നും ഇല്ലടാ. ഞാൻ ബാക്കിൽ പോയി നോക്കിയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ മാത്രം സെപ്പറേറ്റ് ഇട്ട് വെച്ചേക്കാടാ ഉമ്മ. എന്നിട്ട് ഞാനാണ് അത് പോയിട്ട് അലക്കലും പിടിച്ചും ചെയ്തു അറിയുന്നത്. എനിക്ക് അത്ര പോലും ഉമ്മ ചെയ്യുന്നില്ലടാ. സങ്കടം ഉണ്ടോ? ഒരുപാട് എനിക്ക് സങ്കടം ഉണ്ട്. എല്ലാരും അങ്ങനെ തന്നെടാ. സ്നേഹമുള്ളവരുണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. നിനക്ക് കിട്ടിയ സ്നേഹം ഇല്ലാത്ത ഉമ്മയെന്ന് തോന്നുന്നുണ്ട്. ചിലര് എൻ്റെ സ്നേഹമൊക്കെ കണ്ടല്ലേ നമുക്ക് തന്നെ കൊതിയാവും മക്കളെ സ്നേഹിക്കണത്. സ്വന്തം മക്കളെ പോലെ അവര് കരുതുക. അതൊക്കെ പോട്ടെ, നീ എന്നാ പോണ്? ആടാ, ഞാൻ അടുത്ത ഞായറാഴ്ച പോകും. ഇനിയിപ്പോൾ അത് 4 ദിവസമല്ലേ ഉള്ളൂ. നിനക്കറിയാലോ എത്തിങ്ങനത്തെ അവസ്ഥയും കാര്യമൊക്കെ. അവിടെ കയ്യിൽ പറഞ്ഞ പോലെ ലീവും കാര്യമൊക്കെയാ. ഇനിയിപ്പോൾ പോയിട്ട് ഇനി എപ്പോഴാണ് വരാമെന്ന് അള്ളാഹ്ക്ക് അറിയാം. ഇവിടെ വന്നാലാണെങ്കിൽ കുറച്ച് സമാധാനം കിട്ടി വരുന്നിട്ടാണ് ഇവിടെ വന്ന് വരുന്നത്. ഇവിടെ ആണെങ്കിൽ ഉമ്മാടെ വക ഒരുപാട് ഇത്. നീ കാര്യമാക്കണ്ട ജിമ്മിയറെ, അതൊക്കെ വിട്ട് കളി. അതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് കൂടുതൽ ടെൻഷൻ. നീ വാ, നമുക്ക് പോവാം. ഏയ്, ഞാനിപ്പോൾ അതൊന്നും ആലോചിക്കാൻ നിൽക്കുന്നില്ലടാ.